ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയ്ക്ക് വലിയ ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മണ്ണാർശാല ശ്രീനാഗരാജ ക്ഷേത്രം. അതിപ്പോൾ ഏതമ്പലമായാലും ഫസ്റ്റ് പ്രയോറിറ്റീസ് കുളത്തിലിറങ്ങി കാല് കഴുകുക. നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴൊക്കെ എല്ലാ അമ്പലങ്ങളിലും പോകണമെന്ന് എനിക്ക് നല്ല നിർബന്ധമാണ്. അതിൽ മണ്ണാർശാല അമ്പലം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. സന്താന സൗഭാഗ്യത്തിനായി നടത്തുന്ന ഉരുളികമഴ്ത്തലാണ് ഇവിടുത്തെ പ്രത്യേക വഴിപാട്. ഉരുളി കമഴ്ത്തിയിട്ടില്ലെങ്കിലും മനസ്സൊരുക്കി ഞാനും വിളിച്ചിട്ടുണ്ട്. പതിവൊട്ടും തെറ്റാതെ തന്നെ പുറ്റും മുട്ടയും തിരിയും കർപ്പൂരവും ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ട് ഞാനും വാങ്ങി ദേവനും ദേവിക്കായിട്ട് നാഗരാജാവിനെയും നാഗയക്ഷിയമ്മയൊക്കെ തൊഴുത് കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ പാടിച്ചിട്ട് ഞങ്ങളായിരുന്നു. ആസ് യൂഷ്വൽ കുഞ്ഞാപ്പി അച്ഛൻ കൂടെ കഥയൊക്കെ പറഞ്ഞ് കാവിലോട്ട് തൊഴാൻ നടപ്പായി. കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന 10,000 നീളുന്ന നാഗശിലകളും ഏക്കർ കണക്കോളം മനോഹരമായി നിൽക്കുന്ന കാവുകളും കുളങ്ങളും മണ്ണാർശാല അമ്പലത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പെഷ്യാലിറ്റിയാണ്. ഇത്രയധികം നാഗശിലകളുള്ള നാഗരാജ ക്ഷേത്രം കേരളത്തിൽ മറ്റൊന്നുമില്ല. മാത്രമല്ല, അമ്പലത്തിലെ പ്രധാന പൂജാരി ഒരു അന്തർജനമായ കേരളത്തിലെ ഏക ക്ഷേത്രം നമ്മുടെ മണ്ണാർശാല അമ്പലമാണ്. അതാണ് നമ്മുടെ മണ്ണാർശാലമ്മ. ദിവ്യശ്രീ സാവിത്രി അന്തർജനമാണ് നാടിൻ്റെ ഇപ്പോഴത്തെ മണ്ണാർശാലമ്മ. പണ്ട് കുട്ടികളില്ലാഞ്ഞ വാസുദേവ ശ്രീദേവി ദമ്പതികൾ കാട്ടുതീ പടർന്നു പൊള്ളലേറ്റ നാഗരാജാവിനെയും മറ്റ് സർപ്പങ്ങളെയും കുട്ടികളെ പോലെ പരിപാലിച്ച് സുഖപ്പെടുത്തി അതിൽ സംതൃപ്തനായ നാഗരാജാവ് തന്നെ അവരുടെ പുത്രനായി ജനിച്ചു. ഒരു സർപ്പശിശു, ഒരു മനുഷ്യ ശിശു. മനുഷ്യജന്മം കൊണ്ട ശിശു പിന്നീട് വിവാഹശേഷം ഇവിടെ തന്നെ നിന്നുപോകുന്നു. എങ്കിൽ സർപ്പശിശുവായ നാഗരാജാവ് അനന്തനാണ് ഇവിടുത്തെ നിലവറയിൽ കുടികൊള്ളുന്നത്. പണ്ട് ഒരുപാട് മന്ദാര ചെടികളുള്ളതിനാൽ മന്ദാരശാലയായും പിന്നീടത്തെ കാട്ടുതീ പടർന്ന മണ്ണാറിയ ശാല പിന്നീട് മണ്ണാർശാലയായി. ഈ കഥകളൊന്നും അറിയാത്ത ഒരു ഭക്തരും ഉണ്ടാവില്ല. നല്ല മഴയായതുകൊണ്ട് കുളമൊക്കെ കലങ്ങി കിടക്കുക. എപ്പോഴും ആമകളെ കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ നോക്കി നിന്നാൽ. പണ്ടൊരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട് കുളത്തിലൊരു പാമ്പിനെ. കുഞ്ഞാപ്പി ആമയെ കാണിക്കാനായിട്ട് കുറേ നേരമായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. പക്ഷേ ആരെയും കണ്ടില്ല. കുഞ്ഞാപ്പി ഇവിടെ അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഫുൾ ഓട്ടം. അത്രയധികം ശാന്തമായ കാവിൽ വെറുതെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമാണ്. എന്നാൽ നയനിക്കുട്ടനാവട്ടെ ഓട്ടം തന്നെ ഓട്ടം. വലിയ അട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാപ്പി ആവട്ടെ അട്ടയെ തപ്പി എൻ്റെ അവിടെ നടപ്പായി. പിന്നെ അട്ടയെ തപ്പി കണ്ടുപിടിക്കുന്ന ഒരു ടാസ്ക്കായി. സാധാരണ എപ്പോഴും കാണുന്നതാണ്, ഇന്നാണെ കാണുന്നുമില്ല അവിടെ ഒന്നും. കുഞ്ഞാപ്പി വെള്ളത്തിലൊക്കെ ഓടിക്കളിക്കുന്ന ഗ്യാപ്പിൽ എന്നാൽ പിന്നെ ഞങ്ങളുടെ ഒരു വീഡിയോ ആവാമെന്ന് കരുതി. നമുക്കും വേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ്. തൊഴുത് കഴിഞ്ഞ് കുറേ നേരം അവിടെയൊക്കെ അങ്ങനെ നടന്നു. സൺഡേ അല്ലാത്തതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വാവ് അവിടെ ഒക്കെ ഓടി നടന്ന് കളിക്കുമായിരുന്നു. അവിടെയൊക്കെ ഓടി നടന്ന് കാണുമായിരുന്നു. ആശാൻ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഓടി 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 ഓട്ടം നിന്ന് ദേ ഇവിടെയാണ്. കടയിൽ കയറിയാൽ പിന്നെ പലമാതിരി ഐറ്റംസ് വേണം. അറ്റ് ലാസ്റ്റ് 1-2 വാങ്ങി അവിടുന്ന് സ്റ്റാൻഡ് വിട്ടു. അല്ലെ കട മുഴുവനായിട്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകേണ്ടി വരും. അവിടുന്ന് നേരെ നമ്മൾ പോയ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. പണ്ടൊക്കെ ഞാനും അമ്മയും പപ്പയായി എല്ലാ മാസത്തിലും വരുമായിരുന്നു തൊഴാനായിട്ട് ഇവിടെയും ഹനുമാൻ അമ്പലത്തിലും മണ്ണാർശാലയിലും. ഇതുവഴിയൊക്കെ കുഞ്ഞാപ്പിയുടെ കൈയും പിടിച്ച് നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അന്നൊക്കെ അമ്മയുടെയും പപ്പയുടെയൊക്കെ കൈ പിടിച്ച് ഞാൻ വരാറുള്ളതാണ്. കുഞ്ഞിലെയൊക്കെ അമ്പലത്തിൽ പോകാൻ എനിക്ക് ഇഷ്ടമായിരുന്നെങ്കിലും വെടിവഴിപാടിൻ്റെ ബോർഡ് കണ്ടാൽ പിന്നെ എൻ്റെ കാറ്റുപോകും. അത് ഏകദേശം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കമ്പമൊക്കെ പിന്നെ ഓക്കെ, എനിക്ക് വെടിവഴിപാട് അത് ഭയങ്കര പേടിയാണ്. ഏറ്റവും വലിയ 7 ക്ഷേത്രങ്ങളിലൊന്നായ നമ്മുടെ തെക്കൻ പളനിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കൊടിമരവും സുബ്രഹ്മണ്യ സ്വാമി വിഗ്രഹവും ഉള്ളത്. 3 ഉത്സവങ്ങൾ കൊണ്ടാടുന്നതും കൂടാതെ തൈപ്പൂയവും വൃശ്ചികത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. കായംകുളം കായലിൽ കണ്ടനെല്ലൂർ അഥവാ ഇന്നത്തെ കണ്ടല്ലൂർ എന്ന ഭാഗത്തു നിന്നും കണ്ടെടുത്ത സുബ്രഹ്മണ്യ വിഗ്രഹമാണ് ഇവിടുത്തെ ആദ്യ പ്രതിഷ്ഠ. വൃശ്ചികത്തിലെ തൃക്കാർത്തിക ദിവസം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷ്ഠ. അദ്ദേഹത്തിൻ്റെ കാല് പതിഞ്ഞിടം ഹരിപാദപുരം പിന്നീട് ഹരിപ്പാടായി. അയ്യപ്പസ്വാമിയെ മുഖ്യ പ്രതിഷ്ഠയാക്കാൻ നിശ്ചയിച്ച് പിന്നീട് മുരുകസ്വാമിയെ പ്രധാന പ്രതിഷ്ഠയാക്കിയും അയ്യപ്പനെ ഉപദേവനാക്കിയും മാറ്റിയ ഐതിഹ്യ കഥകൾ ഇനിയും ബാക്കിയുണ്ട്. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഞാൻ ഉള്ളി തൊഴുതിറങ്ങി. ഉടുപ്പൂരാത്തോണ്ട് നൈനാപ്പിയായിട്ട് ഏട്ടം പുറത്തു. അവിടെ നിന്ന് ഞങ്ങളെടുത്തു ഒരു കുഞ്ഞ് സെൽഫി വീഡിയോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. വാതുക്ക് നിൽക്കുന്ന ആ മനുഷ്യനെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാനിവിടെ വരുമ്പോൾ കാണാറുണ്ട്, പൈസ വാങ്ങി ഉരുളാനായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. Till then, bye.